എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിൽ വന്ന തിരുക്കൊച്ചിയിലെ പട്ടം താണുപിള്ള ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മുതലാണ് കന്യാകുമാരി ജില്ലയുമായി ബന്ധപ്പെട്ട കന്യാകുമാരി ജില്ലയിലെ ജനങ്ങൾ അവർ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങളായ ഭൂമി, സാധാരണ കർഷകർക്കും തൊഴിലാളികൾക്കും ഭൂമി ഇല്ലാത്തതിൻ്റെ പ്രശ്നം, സർക്കാർ ജോലിയില്ലാത്തതിൻ്റെ പ്രശ്നം, വിദ്യാഭ്യാസം ലഭിക്കാത്തതിൻ്റെ പ്രശ്നം, സാധാരണ ആളുകളിൽ നിന്നും വലിയ നികുതി തിരുവിതാംകൂർ സർക്കാർ കന്യാകുമാരിയിലെ ജനങ്ങൾ, സാധാരണ പിന്നോക്ക സമുദായം, നാടാർ അടക്കമുള്ള സമുദായത്തിലെ ജനങ്ങളിൽ നിന്ന് ഈടാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവർ ഈ വിഷയമായി മുൻനിർത്തി നേശമണിയുടെയും കുഞ്ഞൻ നാടാരുടെയും നേതൃത്വത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായി സംഘടിച്ചുകൊണ്ട് ശക്തമായ ജനകീയ സമരം, ഇത് തിരുത്തണമെന്നും തങ്ങൾക്ക് തിരുവിതാംകൂറിലെ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങളോടൊപ്പമുള്ള നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായൊരു ജനകീയ സമരം സംഘടിപ്പിച്ചു. തമിഴ്നാട് സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ആണ് അന്ന് കുഞ്ഞൻ നാടാരും നേശമണിയും. അങ്ങനെ നടന്ന ആ സമരത്തെ അന്നത്തെ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ക്രൂരമായി അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നടത്തിയ ജനകീയ സമരത്തിൻ്റെ ഭാഗമായിട്ടന്ന് മാർത്താണ്ഡത്തും കുഴിത്തുറയിലും വെടിവെപ്പുണ്ടായി 10ഓളം പേർ മരിച്ചു. ആ സമരപ്രവർത്തനത്തിനിടയിൽ നേതാക്കളായ നേശമണിയെയും കുഞ്ഞനാടാരെയും തിരുവിതാംകൂർ പോലീസ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാർത്താണ്ഡത്ത് വെച്ച് പോലീസ് വാനിൽ വെച്ച് ജനക്കൂട്ടം നോക്കി നിൽക്കെ വാനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. കന്യാകുമാരിയിലെ ജനങ്ങൾ അത്യധ്വാനവും തിരുവിതാംകൂറിനോട് വലിയ കൂറും പുലർത്തുന്ന ജനങ്ങളാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 1741 ഒരു ലോക നാവിക ശക്തിയായിരുന്ന ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത് ആ കന്യാകുമാരി ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ശക്തമായ പിന്തുണ കൊണ്ടായിരുന്നു. അന്ന് വലിയൊരു നാവിക ശക്തി ആയിരുന്നില്ല തിരുവിതാംകൂർ. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ പിന്തുണച്ച ജനവിഭാഗമാണ് കുളച്ചലിലെയും കന്യാകുമാരിയിലെയും കടൽ മല്ലന്മാരായ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും. അവർക്ക് നീതി ലഭിക്കേണ്ട ഒരു പ്രധാന ആവശ്യകതയായിരുന്നു. അങ്ങനെ അവർ നടത്തിയ ഈ സമരം ശക്തമായി തുടരുകയാണ്. 54 അധികാരത്തിൽ വന്ന പട്ടം താണുപിള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്തും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സന്ദർശിക്കുന്ന കാലയളവുണ്ടായി. ആ കാലയളവിലടക്കം ഇവരുടെ പ്രശ്നങ്ങൾ, കന്യാകുമാരിയിലെ ജനങ്ങൾ നടത്തുന്ന സമരങ്ങളുടെയും അതിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച നടത്താൻ പട്ടം താണുപിള്ളയോ ആ സർക്കാരോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ സന്നദ്ധരായില്ല. ഒരേകാധിപതിയെപ്പോലെയാണ് പട്ടം താണുപിള്ള പെരുമാറിയത്. അന്നത്തെ 48 ഗവൺമെൻറ്റിലെ പ്രധാനമന്ത്രിമാരായിരുന്ന സി കേശവനോടും TM വർഗീസിനോടും പോലും ഈ വിഷയങ്ങൾ കൂടിയാലോചന നടത്താൻ പട്ടം താണുപിള്ള തയ്യാറായില്ല. 54 തിരുക്കൊച്ചി ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രിയായിരുന്ന PS നടരാജപിള്ള അദ്ദേഹത്തിന് ബജറ്റ് തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചെങ്കോട്ട, കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ചെങ്കോട്ട ഗസ്റ്റ് ഹൗസിൽ മുറിയെടുത്ത് താമസിച്ചപ്പോൾ പട്ടം താണുപിള്ള അഭിപ്രായപ്പെട്ടത് തമിഴ്നാട് കോൺഗ്രസ് നേതാക്കളുമായി ഗൂഢാലോചന നടത്താനാണ് നടരാജപിള്ള പോയിരിക്കുന്നതാണ്. തമിഴ്നാട്ടിലും പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ വ്യക്തമായ സ്വാധീനവും ബന്ധുബലവും അതുപോലെ തന്നെ വേരുകളും ഉണ്ടായിരുന്ന നടരാജപിള്ളയെങ്കിലും പട്ടം താണുപിള്ള തമിഴ്നാട്ടിലെ നേതാക്കളുമായും ജനങ്ങളുമായി ചർച്ച നടത്താൻ നിയോഗിച്ചിരുന്നുവെങ്കിൽ നടരാജപിള്ള വളരെ രമ്യമായ രീതിയിൽ കന്യാകുമാരിയിലെ ജനങ്ങളും തിരുവിതാംകൂറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനുപോലും പട്ടം താണുപിള്ള സന്നദ്ധനായില്ല. വളരെ ഏകാധിപതിയെപ്പോലെ പ്രവർത്തിച്ചു. അധികാരം ഒരു വ്യക്തിയിൽ കുന്നുകൂടിയാൽ ഉണ്ടാക്കുന്ന അപകടമാണ് അക്കാലം മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തർ സംസ്ഥാന നദീജല കരാറുകളിലടക്കം കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ പോയത് 48 മുതൽ 56 ഭരിച്ച ഗവൺമെൻറ്റുകളിലെ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിത്തല്ലായിരുന്നു. കാരണം കേരളത്തിൽ കന്യാകുമാരി ജില്ല മാത്രമല്ല 1956 സംസ്ഥാന പുനഃസംഘടനയിൽ കേരളത്തിന് നഷ്ടപ്പെട്ടത്. മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന ഗൂഡല്ലൂർ താലൂക്ക്, ഇപ്പോഴത്തെ മലപ്പുറം വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂർ താലൂക്കും നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. കാരണം ഗൂഡല്ലൂർ താലൂക്കിലുള്ള നിലമ്പൂർ കോവിലകംകാരുടെ അടക്കമുള്ള വലിയ എസ്റ്റേറ്റുകൾ കേരളത്തിൽ ഭൂപരിഷ്കരണമുണ്ടായാൽ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് അന്നത്തെ പല കേന്ദ്ര നേതാക്കളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടും തെറ്റായ കമ്മീഷന് മുമ്പിൽ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടും അത് തമിഴ്നാട്ടിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കും
അവിടുത്തെ ജന്മിമാർ, ഭൂപ്രഭുക്കൾ അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ കൊണ്ടുപിടിച്ചൊരു ശ്രമം നടത്തിയെങ്കിലും പാലക്കാട് അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ശിവരാമ ഭാരതി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് അകത്തും പുറത്തും നടത്തിയ ശക്തമായൊരു നിലപാടിലൂടെ ചിറ്റൂർ താലൂക്കിനെ കേരളത്തിൽ നിലനിർത്താൻ ശിവരാമ ഭാരതിക്കും കഴിഞ്ഞു. അതൊരു ജനകീയ മുന്നേറ്റമായിരുന്നു. അതേ രീതിയിലുള്ള ശിവരാമ ഭാരതിയെപ്പോലുള്ള ഒരു നേതാവ് തിരുവിതാംകൂറിൽ ഇല്ലാതെ പോയതും കന്യാകുമാരി നഷ്ടപ്പെടാൻ നമുക്കിടയാക്കി. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 1948 മുതൽ 56 വരെ കേരളത്തിലെ ഇന്ന് കാണുന്നത് പോലെ ഇടതു വലതു മുന്നണികൾ ഉണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയിരുന്നില്ല. കോൺഗ്രസും PSPയും പോലുള്ള പാർട്ടികളായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. കോൺഗ്രസിനകത്തെ അധികാരത്തിന് വേണ്ടിയുള്ള ശക്തമായ ചേരിപ്പോര് നമുക്കറിയാം. 51-ലെ C. കേശവൻ ഗവൺമെൻറ് 1 വർഷത്തിനകം താഴെപ്പോയി. ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ നേതൃത്വം കൂട്ടി. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി അന്ന് തന്നെ ആരംഭിച്ചിരുന്നു. അതുകൂടാതെ മലബാറിലെ ശക്തനായ കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ 1950കളുടെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് വിട്ടുപോയി. കാരണം കോൺഗ്രസിലെ നേതാക്കൾക്ക് അധികാരമോഹവും അഴിമതി നടത്താനുള്ള വ്യഗ്രതയും അന്ന് തന്നെ കേരള ഗാന്ധിയായിരുന്ന കേളപ്പൻ കൃത്യമായി തിരിച്ചറിയുകയും ശക്തമായ നിലപാടുകൾ അന്ന് തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ മനമെടുത്ത് കേളപ്പൻ കോൺഗ്രസ് വിട്ടുപോയതും കേരളത്തിൻ്റെ അന്ന് ആദ്യകാലങ്ങളിൽ ഐക്യ കേരള സമ്മേളനം ചെറുതുരുത്തിയിലുമൊക്കെ വിളിച്ചു കൂട്ടിയതിൽ മുൻകൈയെടുത്തയാളാണ് കെ കേളപ്പൻ. കേളപ്പൻ്റെ അഭാവവും C. കേശവനെ പോലെയുള്ളവർ തിരുവിതാംകൂറിൽ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചതും 50-ന് ശേഷം സംസ്ഥാനത്തിൻ്റെ ഈ കന്യാകുമാരി ജില്ലയുടെയും ഗൂഡല്ലൂർ താലൂക്കിൻ്റെ നഷ്ടപ്പെടലിനും അതുപോലെ തമിഴ്നാടുമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ അന്തർ സംസ്ഥാന നദീജല കരാറിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനും ഇടയായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത് കേരളത്തിന് ലഭിച്ചതിൽ വലിയ സുദീർഘമായൊരു ചരിത്രമുണ്ട്. കാരണം പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കേരളത്തിന് സേലം കുന്നുകളടക്കം ചേര സാമ്രാജ്യത്തിൻ്റെ കാലം മുതൽ പല ഭാഗങ്ങളിലും പ്രദേശങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവിതാംകൂറും ആർക്കോട്ട് നവാബുമായി പല ഏറ്റുമുട്ടലുകളുമുണ്ടായി. അങ്ങനെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായപ്പോൾ ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ ബ്രിട്ടീഷുകാർ മധ്യസ്ഥയിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ പശ്ചിമഘട്ടത്തിന് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ തിരുവിതാംകൂർ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവിതാംകൂർ ആവശ്യപ്പെട്ടു അതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ കന്യാകുമാരി ജില്ല എടുത്തുകൊള്ളാൻ അന്നത്തെ ആർക്കോട്ട് നവാബ് കേരളത്തിനോട്, അതായത് തിരുവിതാംകൂറിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതാണ് എൻ്റെ ചരിത്രപരമായ വസ്തുത. ചരിത്ര സ്നേഹികളായ മുഴുവൻ വിദ്യാർത്ഥികളും ഈ യഥാർത്ഥ ചരിത്ര വസ്തുക്കൾ മനസ്സിലാക്കണം. അതുകൂടാതെ കൂടുതൽ പഠനം കന്യാകുമാരി ജില്ലയുമായി ബന്ധപ്പെട്ടും സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും 47-ലെ സ്വാതന്ത്ര്യാനന്തര കേരളത്തെപ്പറ്റി അതിൻ്റെ സംഭവകാശങ്ങളെപ്പറ്റി ചരിത്ര പഠനം തന്നെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ വസ്തുതകൾ മനസ്സിലാക്കാനും ശരിയായ ചരിത്ര വസ്തുതകളെ നമുക്ക് നിഗമനത്തിലെത്തിക്കാനും കഴിയുകയുള്ളൂ.